ഒരു ട്രെയിൻ കണ്ടോ? ഈ ട്രെയിനിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആദ്യമായി ഒന്ന് പറയട്ടെ, ഇതൊരു മഞ്ഞ് പോലെയുള്ള സ്ഥലത്തുള്ള ഒരു കാസ്റ്റിലാണ്. ആണോ? ഇതൊരു വൈറ്റ് കളറുള്ള കാസ്റ്റിലാണ്. അതെ, ഇത് വൈറ്റ് കാസ്റ്റിലാണ്. ഇതിനുള്ളിൽ ഒരാൾ താമസമുണ്ട്. ആരാണെന്ന് അറിയാമോ? ഇതിനകത്തൊരു രാജകുമാരിയാണ് താമസിക്കുന്നത്. അതെ, മാത്രമല്ല ഈ കാസ്റ്റിലിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ കാസ്റ്റിലിന്റെ ആകാശത്ത് രാത്രി പച്ചയും ചുവപ്പും നീലയും മയിൽ കളറാണ് ഇതിൽ ഉണ്ടാവുക. അതെ, ചുറ്റിലും ധാരാളം മഞ്ഞ് ഉള്ളതിനാൽ കാസ്റ്റിലിനുള്ളിലും അകത്തും പുറത്തും എല്ലായിടത്തും നല്ല തണുപ്പാണ്. സിൻഡ്രല്ല രാജകുമാരി. ഈ കൊട്ടാരത്തിൽ അങ്ങനെ എല്ലാവർക്കും താമസിക്കാൻ പറ്റില്ല. ഒത്തിരി തണുപ്പുകൾ സഹിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റുകയുള്ളൂ. അതെ, കുഞ്ഞാറ്റയ്ക്ക് സിൻഡ്രല്ല രാജകുമാരിയെ പറ്റി വേറെ എന്തൊക്കെ അറിയാം? അതെ, ഒരുപാട് മുടിയുള്ള രാജകുമാരിയാണ് സിൻഡ്രല്ല രാജകുമാരി. സിൻഡ്രല്ല രാജകുമാരി കാസ്റ്റിൽ എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കാരണം സിൻഡ്രല്ല രാജകുമാരി തൊടുന്നതെല്ലാം ഐസ് ആവാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ചുറ്റുമുള്ള ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാതെയായി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ രാജാവ് സിൻഡ്രല്ലയെ നാടുകടത്തപ്പെട്ടു. അവൾക്കൊരു വൈറ്റ് കാസ്റ്റിൽ നിർമ്മിച്ചു കൊടുത്തു. ആ വൈറ്റ് കാസ്റ്റിലാണ് ഇത്. സിൻഡ്രല്ലയ്ക്ക് എപ്പോഴും എങ്ങോട്ടും പോവാൻ ഒരു ട്രെയിൻ കൊട്ടാരത്തിന്റെ മുന്നിൽ തന്നെ നിർത്തിയിട്ടു. അങ്ങനെയാണ് ഈ വൈറ്റ് കാസ്റ്റിൽ ഉണ്ടായത്. രാജകുമാരി മാത്രമല്ല, രാജകുമാരിയുടെ സഹായത്തിനായി ധാരാളം തോഴിമാരും ഇവിടെയുണ്ട്. തണുക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള ഒരു നല്ല കഥയുമായി കുഞ്ഞുണ്ണിയും കുഞ്ഞാറ്റയും